ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ കാരണോ? അല്ല, ഞാൻ പോവാൻ നേരം അണ്ണ പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത്. ഇല്ല, എവിടെ വന്നു മുത്തോണീസ്? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമുക്ക് ഇച്ചിരി പനിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മോനുകുട്ടനും പനിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ അക്ക ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നാൾക്ക് നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു, ഷോർട്സ്. പോവാൻ നേരം അച്ചാറും സാധനങ്ങളും പെട്ടി എല്ലാം പൊട്ടി ആകെ നാശഘോഷമായി ടെൻഷൻ അടിച്ച് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ദിവസങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നതെന്ന് ഞാനും അണ്ണനും പറഞ്ഞോളൂ. ഇന്നാൾക്ക് എയർപോർട്ടിൽ കൊണ്ടുവിട്ട പോലെ 2 മാസം വളരെ പെട്ടെന്ന് പോയി. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനും മോനോട്ടനും പോകുന്നില്ലെന്ന് വിചാരിച്ച് പനി. പിന്നെയും അണ്ണൻ പറഞ്ഞു വെറുതെ ഇവിടെ ഇരിക്കണ്ട, കാരണം അവർ പോയിട്ട് 5 മണിക്കൂർ എടുക്കും, തിരിച്ച് അങ്ങോട്ട് 2 മണിക്കൂർ, ഇങ്ങോട്ട് 2. പിന്നെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ കയറിയോ ഫുഡ് കഴിക്കുക. അപ്പോൾ എന്തായാലും 5 മണിക്കൂർ. അപ്പോൾ അതുവരെ നിങ്ങൾ എവിടെ ഇരിക്കണ്ടേ, വാ പിന്നെ പോകാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മളെ മറന്നു പോകും. അപ്പോൾ പനിയായാലും എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഒപ്പിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും അല്ലല്ലോ, എല്ലാവരും നമ്മളെ വീഡിയോയിലൂടെ കണ്ട് ഒരു സ്നേഹം തോന്നുന്നവരാണ്. ആ വീഡിയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവർ മറന്നു പോകും. അതങ്ങനെയാണ്. എന്താ, നിങ്ങളെന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോസ് ഒപ്പിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ ട്രിവാൻഡ്രത്ത് പിന്നെ ലുലുമാളിൽ പോയത് ന്യൂ ഇയറിന്. അപ്പോൾ ചിലപ്പോൾ ലുലുമാളിലായിരിക്കും എന്തെങ്കിലും കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗേറ്റൊക്കെ അടച്ചു. ഇനി ഇടമണ്ണ് പോയി അണ്ണൻ്റെ അക്കാടെ മക്കളെ വിളിക്കണം, എന്നിട്ട് അവർ ഒപ്പമാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാം. പനിയാട്ടോ. നല്ല ഹോസ്പിറ്റലിൽ പോയി ഗുളികയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ മുഖം കണ്ടോ നിങ്ങൾ? നമ്മളത് മൂന്നാർ പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ ക്ലൈമറ്റ് എനിക്ക് പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ചെറിയ കുരുപ്പുകളൊക്കെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫേസിലൊന്നും ഇടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട്, നമ്മൾ അവരുടെ അടുത്ത് പോവുമല്ലേ, പൗഡറോ അങ്ങനത്തെ കാര്യമെല്ലാം ഒഴിവാക്കി കേട്ടോ. കയറാം. ഞാൻ ഒരു റീൽസ്, ഈ പൊന്നൂസ് മോണ്ടനൊക്കെ രാവിലെ സ്കൂളിൽ പോയി, മോനോട്ട് 2 ദിവസമായിട്ട് പോകുന്നില്ല, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവളെ കൊണ്ടൊരു ഡാൻസോ അല്ലെങ്കിൽ റീൽസോ എടുപ്പിക്കാനുള്ളൊരു ടൈം കിട്ടത്തില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുന്ന സന്ധ്യയ്ക്ക് ക്ഷീണിച്ച് വരും. അപ്പം നമുക്കും അതിനുള്ള മനസ്സില്ല, നമുക്ക് മൂഡ് കാണത്തില്ല. പകലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മൂഡ്. അപ്പോൾ ഇപ്പം നേരത്തെ വന്നല്ലേ എന്ന് കരുതി ഞാൻ ഒരു റീൽസ് എടുക്കാൻ പിടിച്ച് നിർത്തിയാണ്. അപ്പം അണ്ണം കിടന്ന് വെപ്രാണ്, പോട്ടെ പറയൂ. അക്ക ഇച്ചിരി നേരം ഒരു 15 മിനിറ്റ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു, താമസിച്ച. പിന്നെയും ഞങ്ങൾ ഇതിലേ തന്നെയാ പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ്. പുനലു വഴിയാ പോകേണ്ടത്. അപ്പൊ അങ്ങോട്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് തിരിച്ച് വന്നിട്ട് ഇവിടെയാണ്. അണ്ണൻ വിചാരിച്ചു അണ്ണന്റെ അക്കടെ കടയിൽ കയറി അത്താട് തൊമ്മടുത്തൊന്നും ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ സത്യോ ഫ്രണ്ട്സ്, കള്ളത്തരോ എവിടെ. ഇപ്പം ഞങ്ങളിപ്പോ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഈ മാളിലൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റ് ആ ടൈമിലായിരിക്കത്തില്ല, 11 മണി 2:30 അല്ല. അപ്പൊ ഈ അണ്ണൻ പറയവേ ഇപ്പൊ 6:45 സിനിമ. ഈ അണ്ണൻ പറയും 6:20 6:25 അല്ലെങ്കിൽ പെട്ടെന്ന് അതിനിങ്ങനെ കള്ളം പറയും കേട്ടോ. എന്നിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ ഞാൻ പറയും തുടങ്ങുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ അണ്ണൻ പറയും 6:45 സിനിമ, എന്നാലേ നീയൊക്കെ ഒരുക്കി പറക്കി ഇറങ്ങൂന്ന്. എല്ലാം കള്ളം. ഏതല്ല നമ്മള് വെയിറ്റ് ചെയ്ത് 4 പേര് നിൽക്കുമ്പോ അതൊരു സന്തോഷമാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോ നമ്മള് കാണണം. ഇതിപ്പോ നമ്മള് വന്ന് അവിടെ അത് വന്ന് വെയിറ്റ് ചെയ്ത് ഈ വിളിക്കാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് അത് മോശമല്ലേ? മോശം. ഒരിക്കലല്ല, ഞാൻ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ എത്തണം. മോനക്കുട്ടനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര നിറഗർഭിണി എന്നൊക്കെ പറയുമല്ലോ. എൻ്റെ അനിയൻ ആ സമയത്ത് ആക്സിഡന്റ് ആയിട്ട് കിടക്കും. അപ്പം അമ്മ മെഡിക്കൽ കോളേജ് അവൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഗർഭിണിയാ. നമ്മുടെ സാച്ചി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ആ ടൈമിൽ ഈ അണ്ണൻ വെപ്രാളം പിടിച്ച് അവിടെയൊക്കെ വഴക്കുണ്ടാക്കി പെട്ടെന്ന് ലീവ് അടിച്ച് വരുവാ. അപ്പോൾ എയർപോർട്ടിൽ വിളിക്കാൻ പോകണം. അപ്പോൾ പൊന്നൂസ് കുഞ്ഞാണ്, 2 വയസ്സില്ലേ അണ്ണ, 2 വയസ്സ്. ഇവരെ പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് 2 വയസ്സാവുന്നു. അപ്പം ആ ഇച്ചിരി ഉണ്ടെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇതുണ്ട്, എന്തുവേണേ പിന്നെ അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര വണ്ണമായിരുന്നു കേട്ടോ, സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം
വയറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പൊന്നൂസിനെ എടുത്ത് എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. അപ്പൊ ഈ അണ്ണൻ പറഞ്ഞ് പെതുക്കെ വന്നാൽ മതി ധൃതി പിടിച്ചിറങ്ങണ്ട, ഇവിടെ വന്നാൽ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും, അതുകൊണ്ട് പെതുക്കെ വന്നാൽ മതി അപ്പൊ ഞാനും നമ്മുടെ തൊട്ട് താഴത്തെ നമ്മുടെ കാറ് നൗഷാണ്ണ ഓടിച്ചുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ. അപ്പൊ നൗഷാണ്ണ എന്നോട് നമുക്ക് അവിടെ 2 മണിക്കൂർ യാത്രയില്ല. അപ്പൊ ഈ അണ്ണ എന്നെ വഴക്ക് പറയാം, അത്ര നേരത്തെ ഇവിടെ വന്ന് നിൽക്കണ്ട, എന്തിനാ ഇങ്ങനെ വയറൊക്കെ കൊണ്ട് ഇവിടെ വന്ന് നിക്കണം, കുഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. ഞാൻ വയറ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വയറായിരുന്നില്ലേ ഉണ്ടേ, ഭയങ്കര വണ്ണമായിരുന്നു. അല്ല ശരീരമല്ല, ഈ വയറല്ലേ ഉണ്ണേ. എന്റെ കവിളൊക്കെ ഭയങ്കര. ഞാൻ ഒരു ഫോട്ടോ 90 78 കിലോ 78 കിലോയാണ്. പക്ഷേ കവളൊക്കെ ഭയങ്കര നീര്. ഞാൻ മോൺട്രാലിസി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആയിരുന്നു ആ സമയത്ത് കഴിയെങ്കിൽ ഭയങ്കര തുമ്മലും ചുമയായിരുന്നു. അപ്പം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വണ്ണം വെച്ച്. അപ്പൊ ആ സമയത്ത് അണ്ണൻ പറയും ഇങ്ങനെ വന്ന് നിൽക്കണ്ട അങ്ങനെ. അപ്പൊ ഞാൻ നൗഷാനോട് അണ്ണൻ പറഞ്ഞ് വെപ്രാളം പിടിക്കണ്ട, പെതുക്കെ പോയാൽ. അങ്ങനെ അവിടെ ചെന്നപ്പോ അരമണിക്കൂറായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് വെളിയിരിക്കുവായിരുന്നു. എന്നിട്ട് അവിടെ കിടന്ന് ഫോൺ വിളിക്കാം, വരുന്നില്ലയോ എത്തിയില്ലയോ. അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണനല്ലേ ഇങ്ങനെ പറഞ്ഞ, ആ കുഴപ്പമില്ല. അങ്ങനെ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ വെളിയിറങ്ങി നിന്ന്. എന്നിട്ട് പെട്ടിയൊക്കെ ആയിട്ട് നൗഷാണ്. എന്നിട്ട് രാത്രി ഞങ്ങള് കാറും കൊണ്ട് നൗഷാണിന് വഴി തെറ്റി. ചെറുത് നൗഷാണ് എണ്ണേ. അപ്പോഴല്ല സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടടി. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഇവിടെ പോലീസിക്ക്. ഞാൻ പെട്ടെന്ന് ഇട്ട് കേട്ടോ, ഞാൻ മറന്നു വേണ്ട വീഡിയോ ഒക്കെ എടുത്തു. ഇവര് തന്നെ നമുക്കിപ്പോ അവിടെ അടിച്ചു തന്നത്. ഇന്നാളൊക്കെ മോനൂട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകാൻ നേരം മോനൂട്ടൻ പറഞ്ഞ് ഏത്തക്ക പോണം. അപ്പൊ ഒരു കട ചൂടായിട്ട് പൊരിക്കുന്നത്, ഒരു വീല് ഇതാ ഈ റോഡിന്റെ വെള്ള വരയുടെ. ഇപ്പൊ അവരൊന്നും സംസാരിച്ചില്ല. ഫോട്ടോ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു യൂതുകൊണ്ട് ഫോട്ടോ വെറ്റി വന്നോണ്ടേ. എത്ര രൂപ ആയിരിക്കും? എനിക്കങ്ങ് അന്നത്തെ ദിവസം ഭയങ്കര അവന്റെ 20 രൂപയുടെ ഏത്തക്കാപ്പത്തിന് 1500. നമുക്ക് 1500 രൂപയുടെ അല്ല ഫ്രണ്ട്സ്, 1500 രൂപയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വല്ലതും വാങ്ങിച്ചു കൊടുത്തോ, നമ്മൾ വല്ലതും കഴിച്ചു പോകുമ്പോ നമുക്ക് വിഷമമില്ല, വെറുതെ പോകുമ്പോ ഒരു സങ്കടമായിരുന്നില്ല. വീതിയില്ല, എങ്ങ് കടകളിൽ നിർത്താൻ പറ്റില്ല. സ്ഥലമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറാനോ എവിടെ വണ്ടി അത്രയ്ക്ക് തിരക്കുക. വണ്ടി ഇടണമെങ്കിൽ തന്നെ 1 കിലോമീറ്റർ അപ്പുറമൊക്കെ കൊണ്ടുവിടണം. ഞാൻ പൊന്നൂസിനെ കണ്ടോ, സ്കൂളിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ഒരുങ്ങി. മോനോട്ട് പോയില്ലല്ലോ. ഇപ്പൊ ഭയങ്കര ഒരുക്കം കൂടുതലാണെന്ന് എല്ലാവരും കമന്റ് ഇടുന്നത്. നേരത്തെ ഞാൻ ഒരുക്കുമായിരുന്നു, പിന്നെ ഞാൻ ഒരുങ്ങുന്ന കണ്ടിട്ടായിരിക്കും ഇപ്പൊ ഭയങ്കര ഒരുങ്ങണം എന്നുള്ളൊരു ഇതാണ്. പിന്നെ തന്നെ ഒരുങ്ങിക്കോളും. മുടിയും കാര്യങ്ങളൊക്കെ ഞാൻ കെട്ടി കൊടുക്കണം, കണ്ണ് ഇത് കൊടുക്കണം, അങ്ങനൊക്കെയുണ്ട്. കണ്ണും മുടി അമ്മ ജാസ്മി മാമി വരുമ്പോ എന്തോ തരും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ. യൂണിക്കോൺ ടെഡി ബിയർ, എന്തൊക്കെയോ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യൂണിക്കോൺ ടെഡി ബിയർ, മേക്കപ്പ് ബോക്സ്, അവന് ടോയ്ക്കാരൻ, ഡ്രസ് എല്ലാം ഞങ്ങള് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അക്ക കൊണ്ടുവരുവോ ഇല്ലയോ ടെൻഷൻ. എന്തായാലും മുട്ടായി കാണും അല്ലേ അണ്ണേ? അപ്പൊ ഞാൻ ഒത്തിരി സംസാരിക്കണ്ടെന്ന് അണ്ണൻ പറഞ്ഞു. ഫ്രണ്ട്സ് വെക്കട്ടെ, കൊണ്ടുവരും. പെട്രോൾ അടിക്കാൻ വന്നേണേ. അല്ല തമാശയല്ല, നമ്മളിപ്പോ ചുമ്മാ പോകുന്നു. ചുമ്മാ ഈ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ മുഖത്ത് എന്തെങ്കിലും ഒന്നും പൗഡർ ഒന്നും ഇടാത്തോണ്ട് വല്ലാതെ തോന്നുന്നോന്ന് ചോദിച്ചതാണ് എന്റെ അടുത്ത്. കാര്യമില്ലേ പറഞ്ഞ, ഞാൻ ഇടാറില്ലല്ലോ. അതുപോലെ പെണ്ണുങ്ങളായച്ചി ഒരുങ്ങിയൊക്കെ നടക്കും. ഒരുങ്ങാം കല്യാണത്തിനോ ഫംഗ്ഷനോ 4 പേര് കൂടുന്നിടത്താണെങ്കിൽ കാണാം. ഇപ്പൊ ചുമ്മാ വണ്ടി ചോറിയും കൊത്തിയിരിക്കും. എന്നാലും നമ്മളെ എയർപോർട്ടിലൊക്കെ പോകും, അവിടെ നിൽക്കുന്നവരൊക്കെ നമ്മളെ നോക്കും. നമ്മള് ലുക്കിലൊക്കെ പോണ്ടേ. നമ്മുടെ പാലിയാച്ചൻ മേക്കപ്പ് ചെയ്താൽ മതി മോനുകുട്ടൻ. യെസ്, നമ്മൾ ഇടമണ്ണ് എത്താറായി ഫ്രണ്ട്സ്. അത് നമുക്ക് പിള്ളേരെ വിളിച്ചിട്ട് അണ്ണന്റെ കടയിലോട്ട് കയറിയാലോ. ഒരു ചായ കുടിച്ചിട്ട് പോകാൻ, തൊണ്ടവേദന മാറാം. ഓക്കെ, സമയമുണ്ട്. എല്ലാരും വന്നല്ലോ. അച്ചു വരുന്നില്ലയോ? അച്ചു വരുന്നില്ലേ? ആ, ഇതെന്തൊരുടുപ്പ് അച്ചു? പുതിയതാണോ? ആ കുഴപ്പമില്ല, ഇനി മാറണ്ട. ഇനി അത് പറഞ്ഞ അച്ഛന് വിഷമം. ആ, അമ്മ ഇല്ലാത്തോണ്ട് അച്ഛന് ഇപ്പൊ സെലക്ഷൻ ഒന്നും ഇല്ല അല്ലയോ? ജാസ്മിയെ അല്ലേ സെലക്ട് ചെയ്യുന്ന. അമ്മ കടയിലിറങ്ങി. പൊന്നുച്ചി അങ്ങോട്ടേക്ക് കയറി, അപ്പു ഇരിക്കട്ടെ. ദേ നമ്മുടെ കടയിലിറങ്ങി, അത്തായം കാണാം, ചായയും കുടിക്കാം. അമ്മ ഇവിടെ ഇറങ്ങാണ് കേട്ടോ, അമ്മ വരുന്നില്ല. വേണോ ബജ്ജി? വേണോ ബജ്ജി? ഏതായാലും ബജ്ജി. എന്തായാലും വേണോ?
അപ്പോൾ അച്ഛനും ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊരു പെപ്സി വാങ്ങിച്ചു കൊടുത്തിട്ട് മോനുകുട്ടൻ നെയ്യപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ചായ കുടിച്ചു, ഞാനൊരു ചായയും ബജ്ജിയും കഴിച്ചു കേട്ടോ. അണ്ണനും ഒരു ചായയും നെയ്യപ്പവും കഴിച്ചു. എന്നിട്ട് അത്തടുത്ത് സംസാരിക്കുകയാണ് അണ്ണൻ. വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു. എന്നിട്ട് തണുപ്പില്ലാത്തൊരു 7up വാങ്ങിച്ചു തന്നു കേട്ടോ. തണുപ്പുള്ള സാധനങ്ങൾ ഇനി പനി മാറിയാലും ഒരു മാസത്തേക്ക് അണ്ണം വാങ്ങിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ നെയ്യപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പൊന്നുസും മോനൂട്ടിനും കമ്പുമുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ് അത്തമ്മടുത്ത് അത്താഴത്തും. അന്നേരം അത് കൊടുത്തിട്ട് അത്ത ഇറങ്ങി വന്നിട്ട് കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത്തത്താഴം എടുത്ത് പോകുന്നത്. രണ്ടുപേരും മുട്ടായി ഇട്ടും ഇഷ്ടം പോലെ. തിരിച്ച് നമ്മൾ വീണ്ടും പുനലു വന്നു കേട്ടോ. പുനലു ഇതാണ് പ്രശ്നം. നമുക്കിവിടെ ഈ ശബരിമല കച്ചവടം, സീസൺ കച്ചവടം എന്ന് പറയില്ല, അത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്വാമിമാരൊക്കെ വരുമ്പോൾ വണ്ടി അപ്പുറവും ഇപ്പുറവും ഭയങ്കര ബ്ലോക്കാവും. ഈ കടകളെല്ലാം അപ്പുറവും ഇപ്പുറവും സൈഡിലുണ്ട് കേട്ടോ. 2 സൈഡിലും കടകളാണ്. അപ്പോൾ ഈ ബസ്സും കാറുകളൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതുപോലെ ട്രാഫിക് ബ്ലോക്കാവും. ഒരു 1/4 മണിക്കൂർ നമ്മളിങ്ങനെ കിടക്കണം. പിന്നെ അപ്പുറത്തൂടെ ഒരു ഇടവഴിയുണ്ട്, അതിലെയാണ് സാധാരണ എളുപ്പം പോകാൻ പറ്റും. പക്ഷേ അവിടെ റോഡ് പണി നടക്കുകയാണ്. അപ്പു അച്ചുവൊക്കെ ഉറങ്ങണം. എൻ്റെ കുഞ്ഞ് വാ തുറന്ന് വെച്ച് ഉറങ്ങുന്നത് ഞാൻ അണ്ണനോട് പറഞ്ഞു. അപ്പോൾ അണ്ണൻ ചരിച്ച് അച്ചുവിൻ്റെ തോളിലോട്ട് കിടത്തി കേട്ടോ. മോനൂട്ട കയ്യിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂല. അതെ, അണ്ണ ആ വെയിറ്റിംഗ് ഷെഡിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അക്കാക്ക് മനസ്സിലായി കാണൂല. വേഗം പോ. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴത്തേക്ക് സിഗ്നലി അവിടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം, എന്താ ആക്സിഡൻറ്റോ അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ലേറ്റായി. അക്ക പുറത്തിറങ്ങിയിട്ടോ. ഫോൺ വന്നു, ഞാൻ പുറത്ത് നിൽപ്പുണ്ടെന്ന്. അപ്പോൾ അക്കയെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിന് വെളിയിൽ ഇങ്ങനെ കറങ്ങുവാണ്. അണ്ണൻ പറഞ്ഞു കൊടുത്ത സ്ഥലമൊന്നും അക്കക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനും പൊന്നൂസും അക്കായെ തിരക്കി പോവാൻ. അവർ കാറിലാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാ അക്കടുത്ത് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. മാമിയെ കാണാനുള്ള ധൃതി, ഭയങ്കര ധൃതി. ഇവിടെ എല്ലാം തിരക്കി, അക്കായെ കാണുന്നില്ല. എവിടെ വന്നു അക്ക? അവിടെ പ്രവേശം, ഇവിടെ ടെർമിനൽ 2 ഇവിടുന്ന് നേരെ ആയിരുന്നു. അക്കായെ കാണുന്നില്ലല്ലോ. അയ്യോ, അക്ക ഇവിടെ അല്ലേ വന്നത്. ഇപ്പൊ ഫോണും വിളിച്ചതാ. ഇല്ല മോനെ, അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം നമ്മള് അത് പോകുന്നവരുടെയാ പൊന്നു. നീ ഇങ്ങി വാ, പൊന്നുവിനെ അറിയത്തില്ല. നീ എന്നാ അവിടെ എല്ലാം പോയി കറങ്ങിട്ടോ. ഞാൻ പോവാം. വേണ്ട മോനെ, ഇതിലേ പോവാം. ഷെടാ, ഇത് എന്നത്തെ ഇത് വെളിയിറങ്ങി ആളെ കാണാനില്ലാണ്ടായി. ഞങ്ങൾ ചേച്ചി നമ്മളെ ഒത്തിരി ട്രാഫിക്കിൽ കിടന്നു കേട്ടോ. അപ്പം നേരത്തെ വന്ന് ഇവിടെ നിന്ന് അച്ചുവൊക്കെ അമ്മായെ കണ്ട് കരയുന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചല്ലേ പൊന്നു. അതിനുള്ള ഇത് കിട്ടിയില്ല, ഫ്ലോപ്പായി. വീഡിയോ എടുക്കട്ടെ. ഞങ്ങൾ അവിടെ കിടന്ന് തിരക്കുവാ. നടന്ന് അതിന് മുമ്പ് അതിലേക്കൂടെ വന്ന് ഞാൻ കാരണോ അക്കായി തിരക്കാൻ പോയി. അല്ല, ഞാൻ പോവാൻ നേരം അണ്ണ പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത്. സാരമില്ല, ഇപ്പൊ പൈസ കൊടുക്കല്ല. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാതെ വെളിയിറങ്ങാനാ നോക്കിയത്. നടന്നില്ല. പോവാ. അക്കാണെങ്കിൽ വാഷ്റൂമിൽ പൊക്കോളാൻ വയ്യായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാം, നല്ല എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലുലു മാളിൽ കയറാനേ. ലുലുവിലാകുമ്പോൾ സമയവും പോവും. പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആർക്കും ഒരാവശ്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അക്ക പറഞ്ഞു ശരി നമുക്ക് ലുലു പോവാം. ഞാൻ വിചാരിച്ചു അച്ചു അക്കായെ കാണുമ്പോൾ കരഞ്ഞു കണ്ടപ്പാ. ഞാനതൊക്കെ വീഡിയോയിൽ ഒപ്പാൻ വേണ്ടി അച്ഛൻ ഓടി വന്നത്. പക്ഷെ എൻ്റെ കണക്കൂട്ടലുകൾ മൊത്തം തെറ്റി അക്ക ഇപ്പുറത്തൂടെ വന്നു. വാ നമുക്ക് പോവാം. ഇപ്പൊ ഒരു കണ്ണാടി വെച്ചു. ഫോൺ ഞാൻ എടുത്തില്ല. പാട്ടിട്ടിട്ട് അവിടെ വീണ് കാണും. വാ. നമ്മൾ ലുലു മള്ളുള്ളിലേക്ക് കയറി. ആദ്യം നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കേട്ടോ. ഫുഡൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പൊന്നൂസും മോണ്ടനും ചോക്ലേറ്റിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ പൊന്നു ഓരോന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ, ജാസ്മിൻ അമ്മ ഇഷ്ടം പോലെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ. അപ്പോൾ അക്കായും പറഞ്ഞുകൊണ്ടത്. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമം. സാധാരണ ഈ ചോക്ലേറ്റ് കണ്ടിട്ട് എടുക്കാതിരിക്കുന്നതല്ല. ചോറായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോവാക്കാം. അക്ക ചിക്കൻ കഴിച്ചു മടുത്തൊന്നില്ലേ? അക്ക ചിക്കൻ കഴിച്ചു മടുത്താ എന്നാ അതോ അപ്പുറത്ത് പോവാക്കാം. അണ്ണേ അപ്പുറത്ത് പോവാ. അണ്ണേ ബിരിയാണി നോക്കിയോ?
നമ്മുടെ ഒരു സബ്സ്ക്രൈബ് അനിയത്തിമാരെ കണ്ട് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ദേ പൊന്നൂന് ജെല്ലി വാങ്ങിച്ചു. പിന്നെ ഞാൻ തണുപ്പില്ലാത്ത വെള്ളമെല്ലാം എടുക്കാൻ പറ്റൂ, അങ്ങനെ തണുപ്പില്ലാത്ത 2-3 ജ്യൂസൊക്കെ വാങ്ങിച്ചു. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇവിടെ ലുലുമാളിൽ ജനുവരി എത്രയോ വരെ ഓഫർ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടു കേട്ടോ, 50% ഓഫർ. അപ്പോൾ ഈ ഓഫർ വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇടിച്ച് കുന്നി വരുമല്ലോ. അപ്പം എന്തായാലും ഒരു സാധനങ്ങൾ മേടിക്കും, ഫുഡ് വാങ്ങാനും കയറും. അപ്പം ഞാനൊരു സെക്ഷനിൽ നിന്നു, അണ്ണനൊരു സെക്ഷനിൽ, അക്ക ബിരിയാണി സെക്ഷനിൽ നിന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം റോൾ ഉണ്ടായിരുന്നു. പൊന്നിന് ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെ അച്ഛനും എല്ലാവർക്കും കൂടെ 3 റോള് വാങ്ങിച്ചു. അപ്പം ബീഫ് റോസ്റ്റ് കൊണ്ടുവച്ചു കേട്ടോ, നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞാൻ ബീഫ് റോസ്റ്റ് 1/2 കിലോ വാങ്ങിച്ചു. പിന്നെ അപ്പൂസിന് സ്പെഷ്യൽ ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ പേര് പറഞ്ഞു, അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി എഡിറ്റ് ചെയ്യാൻ നേരം. അങ്ങനെ ആ ഷവർമ്മയും വാങ്ങിച്ചു. അതിന് മോനുകുട്ടനെ ഈ വണ്ടിക്കകത്ത് ഇരുത്തിയേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നോളൂ അങ്ങ് അടങ്ങിയ. അപ്പൂസ് ഇങ്ങനെ തെള്ളിക്കൊണ്ട് നടക്കും. കാരക്കാന്ന് പറയും, പണ്ട് അമ്മയുടെ വീടിൻ്റെ അപ്പുറത്തുണ്ട് കാരക്ക. എടുത്തോ നല്ലതാ. അപ്പൊ ഗൈസ്, അമ്മായി അത്തായും എന്തൊക്കെയോ സാധനം മേടിക്കാൻ ബിരിയാണി കേട്ടോ. ചേട്ടാ 2 ഹൈദരാബാദും 2 മലബാറും 2 മന്തി. ആള് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണെന്ന് പറയില്ലേ, അതാണ് അവസ്ഥ കേട്ടോ. നമ്മൾ പറയുന്നത് ചിലപ്പോൾ കേൾക്കത്തില്ല, കാരണം ഒരുപാട് പേര് കിടന്ന് അലയ്ക്കുമല്ലേ എനിക്കിത് ഇതെന്ന്. ഇതുവാണോ ജ്യൂസ്? തണുപ്പുണ്ടോ? സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് വന്നപ്പോൾ കുറേ കൂടി കേട്ടോ. ഇതെല്ലാം ഫുഡൊന്നും അല്ല, അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് അപ്പൂസും അച്ഛനും സാധനങ്ങളെടുത്തു. മോനുകുട്ടനും പൊന്നൂസും എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് ഈ മേളിൽ വന്നു. എന്നിട്ട് ഇത് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തു. കുഞ്ഞ് ടേബിളല്ലേ, എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ ഇരിക്കാൻ പറ്റും. എന്നിട്ട് ഇതേ ഫുഡൊക്കെ കഴിച്ച് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അത് അപ്പം കൊണ്ടുവച്ചായിരുന്നു, നല്ല ചൂടുമായിരുന്നു. ബിരിയാണി, റോള് ഇതെല്ലാം കൂടി നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണി ചിക്കൻ കഴിച്ച് മടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ബീഫ് വാങ്ങാൻ നോക്കിയിട്ട് ആ ബീഫിൻ്റെ ബിരിയാണി കണ്ടിട്ട് അത്രയും കൂടി ശുമാറില്ല. പിന്നെ ചിക്കൻ്റെ ഐറ്റം ആയിരിക്കുമല്ലോ എവിടെ പോയാലും കൂടുതൽ. 3 എണ്ണത്തിൽ വേറെ ഒന്നും എല്ലാം എടുത്തേ, ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അക്കടെ കവറി ഒന്നുമില്ല, അക്കടെ കവറും കൊടുത്തേരെ. അങ്ങനെ എല്ലാരും പോയി. അതാ ആ സൈഡിൽ കിടക്കുന്നതല്ല. അച്ഛന് ടാറ്റ കൊടുത്തോ? അപ്പൂസിന് ടാറ്റ. ബേസ് കോഡ് എടുക്കുന്നില്ലേ? ഇല്ല, പെട്ടിയൊക്കെ അവര് സൗകര്യം പോലെ പെതുക്കെ പൊട്ടിക്കുന്നു. നമുക്കുള്ള പങ്കൊക്കെ വരും, പിന്നെ പേടിക്കണ്ട. നമ്മുടെ പങ്ക് കാഗോയിൽ അയച്ചേക്ക് വാടിയേ, അതുകൊണ്ട് അവള് ഓടുന്ന അയ്യോ പൊട്ടിക്കാനാന്ന് പറഞ്ഞ്. പൊന്നിന്റെ കാര്യം ബോർക്കൂട്ടം നല്ല ഉറക്കം. എന്റെ പൊന്നേ. അങ്ങനെ ഇടമണ്ണ് അക്കായും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാക്കി കേട്ടോ. ഇപ്പൊ സമയം 11:32. അപ്പോ നമുക്ക് നാളെ വീട്ടില് നല്ല കുക്കിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു വ്ളോഗ് ഇടാം കേട്ടോ. ഇന്നിപ്പോ കുറേ ദിവസം വ്ളോഗ് ഇട്ടായിട്ട് നിങ്ങൾ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വട്ടം നമ്മള് ലുലുമാളി പോകുന്നൊക്കെ വീഡിയോ ഇട്ടതാണ്. ചിലപ്പോ ആൾക്കാർക്ക് ബോറടിക്കുമായിരിക്കും. എന്നാലും നമുക്ക് പെങ്ങളെ വിളിക്കാൻ പോയതല്ലേ, അപ്പൊ ഒരു വ്ളോഗായിട്ട് എടുക്കാന്ന് ഞാനാ പറഞ്ഞത്. അണ്ണനാ പറഞ്ഞ, ഞാൻ പറഞ്ഞ ഷോർട്ട് എടുക്കാം. അപ്പം ശരി, നാളെ എപ്പോഴാണ് പെട്ടി പൊട്ടിക്കുന്ന അത് പൊട്ടിക്കുക അവര്. അത് ഗാർഗൊക്കെ വന്നിട്ട് പൊട്ടിക്കാം. കിട്ടാനുള്ളത് മാമി തരും. ബൈ.